ഹായ്, നമുക്കൊന്നൊരു ഓട്ടോമേഷൻ ഫ്രെയിംവർക്ക് ഡിസൈൻ ചെയ്താലോ? മേ ബി ഒരു ഡാറ്റ ഡ്രിവൺ ഫ്രെയിംവർക്ക്. അപ്പോൾ നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? മേ ബി വിൽ സ്റ്റാർട്ട് വിത്ത് എ ഡാറ്റ പ്രൊവൈഡർ. ഓക്കെ, ആസ് എ ഡാറ്റ പ്രൊവൈഡർ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്? മേ ബി വി ക്യാൻ ട്രൈ വിത്ത് ആൻ എക്സൽ അല്ലെങ്കിൽ ഒരു XML. ഇതും അല്ലെങ്കിൽ ചില പ്രൊജക്ട്സിലൊക്കെ ഞാൻ ജെയ്സൺ കണ്ടിട്ടുണ്ട്. മേ ബി വി ക്യാൻ ട്രൈ ജെയ്സൺ ഓൾസോ, അല്ലേ? പിന്നെ ഒരു ഫ്രെയിംവർക്കിൻ്റെ ഒരു ലാംഗ്വേജ് നമുക്ക് ഏത് പ്ലാൻ ചെയ്യാൻ പറ്റും? മേ ബി ദിസ് ടൈം വിൽ സ്റ്റിക്ക് അറൌണ്ട് ജാവ, എ ജാവ ബേസ്ഡ് ഓട്ടോമേഷൻ ഫ്രെയിംവർക്ക്. ഓക്കെ, പിന്നെ അപ്പോൾ ഇനി അടുത്ത കോണ്ടെക്സ്റ്റ് എന്താ? ഡിസൈൻ പാറ്റേൺ, അല്ലേ? ഈ ഡിസൈൻ പാറ്റേണിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാൻ ബി ട്രൈ വിത്ത് എ ടെസ്റ്റൻജി ഫ്രെയിംവർക്ക്, ടെസ്റ്റൻജി വിത്ത് പേജ് ഒബ്ജക്റ്റ് മോഡൽ. ഈ പേജ് ഒബ്ജക്റ്റ് മോഡൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ലേ? PO വിത്ത് പേജ് ഫാക്ടറി ആൻഡ് വിതൗട്ട് പേജ് ഫാക്ടറി. മേ ബി വി ക്യാൻ ട്രൈ ബോത്ത് ദി അപ്രോച്ചസ്. ഇത് നമുക്ക് ഒരു ജാവയുടെ ഒരു ബിൽഡ് ടൂൾ എന്ന് പറയുമ്പോൾ മേ ബി വിൽ ട്രൈ വിത്ത് Maven ആൻഡ് കോഡ് റിപ്പോസിറ്ററി. ദ ഒബിയസ് ഓപ്ഷൻ വുഡ് ബി GitHub. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്താ? റിപ്പോർട്ടിംഗ്, അല്ലേ? ഇപ്പോൾ റിപ്പോർട്ടിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്? നമുക്ക് ഐദർ വി ക്യാൻ ട്രൈ ദ വെരി ബേസിക് മിനിമലിസ്റ്റിക് ബൈ ഡിഫാൾട്ട് ഇമെയിലബിൾ XML ടെംപ്ലേറ്റ് പ്രൊവൈഡ് ബൈ ദ ടെസ്റ്റൻജി. അതല്ല, കുറേ കൂടി ഒരു ഗ്രാഫിക്കൽ UI ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെം റിപ്പോർട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം ബൈ യൂസിങ് ജാവ ലിസണേഴ്സ്, അല്ലേ? ഇനി നമുക്ക് അനദർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്താ? CI/CD നമുക്ക് ഏതൊക്കെ ടൂൾസ് അവൈലബിൾ ആണ്? നമുക്ക് ഐദർ വി ക്യാൻ ഇംപ്ലിമെന്റ് വിത്ത് നമ്മുടെ ജെങ്കിൻസ്, അതും അല്ലെങ്കിൽ നമുക്കൊരു Azure പ്ലാറ്റ്ഫോം, അതും അല്ലെങ്കിൽ വി ക്യാൻ പ്ലാൻ ഫോർ എ Bamboo. Okay, just let me know in my comment box how is this combination of frameworks skill set, and please let me know if you are using all these skill set or you have any other options available in your project. We will discuss with that in the next video. Thank you.